ഇതുണ്ടെന്ന് വിചാരിച്ചോളൂ, മറ്റേ വെൻറ്റിലേറ്റേഴ്സ്. അപ്പോൾ അതിൽ 2 ഒരാൾ ഒരു ആക്സിഡൻ്റ് ആയിട്ടുള്ള ഒരാൾ കിടക്കുന്നുണ്ട് അവിടെ, രണ്ടാമത്തത് അവിടെ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു അഡ്വാൻസ്ഡ് ക്യാൻസർ പേഷ്യൻറ്റ്, ഒരു 80-90 വയസ്സായ ഒരു ക്യാൻസർ പേഷ്യൻറ്റ് വരികയാണ്. ഉടനെ തന്നെ ഹാർട്ട് അറ്റാക്ക് ആയിട്ടൊരു 18, 19, 20 വയസ്സ്, ഇപ്പം ചെറിയ പ്രായത്തിലൊക്കെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. അങ്ങനത്തെ ഒരാൾ വന്നു എന്ന് വിചാരിക്കുക, ആർക്ക് കൊടുക്കും വെൻറ്റിലേറ്റർ? 18-19. അവൻ പാവപ്പെട്ടവനല്ലേ, അവൻ പാവപ്പെട്ടവൻ. മറ്റേ പണക്കാരനാ, അയാൾ വലിയൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടറാണ്. അയാൾക്കല്ലേ നമ്മൾ കൊടുക്കേണ്ടത്, പൈസ അവിടെ നിന്നല്ലേ കിട്ടുള്ളൂ. അയാൾ നമുക്ക് ഒരു 20 ദിവസം കൂടെ വേണമെങ്കിൽ എക്സ്ട്രാ കിടത്താം. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ ആരും കുറ്റം പറയല്ല, അങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഹോസ്പിറ്റൽ വിൽ ഓപ്റ്റ് ഫോർ ദിസ് ഓൾഡ് ജെന്റിൽമാൻ ടു ബി ഓൺ ദ വെന്റിലേറ്റർ ആൻഡ് ജസ്റ്റിസ് ഈസ് ലെഫ്റ്റ് അൺഅറ്റൻഡഡ് ഫോർ ദാറ്റ് പേഴ്സൺ. 18-19 വയസ്സായ ഹാർട്ട് അറ്റാക്ക് വന്ന പയ്യന് കിട്ടാതെ പോകുന്നു. അപ്പോൾ അതെന്താ, ഇൻജസ്റ്റിസാണ്. അയാൾക്ക് കൊടുക്കുക വേണ്ടത്, ഇദ്ദേഹത്തിന് കൊടുക്കണ്ട. ഇദ്ദേഹത്തിന് സമാധാനമായിട്ട് ഇദ്ദേഹത്തിന് വീട്ടിൽ കിടന്ന് മരിക്കാൻ അനുവദിക്കല്ലേ വേണ്ട. അദ്ദേഹത്തിനോട് കാണിക്കേണ്ട ഒരു റെസ്പെക്റ്റ് അതാണ്. ഡിഗ്നിറ്റിയോട് കൂടെ മരിക്കണം അല്ലേ. നമുക്ക് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ മരിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ്. ഒരു കാറ്റ് വരുന്ന പോലെ മരണം നമ്മളെ വന്ന് വിളിച്ചുകൊണ്ട് പോവുക. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. അപ്പം അങ്ങനെ മരിക്കാൻ സാധിക്കട്ടെ എന്നാണ് നമ്മളൊക്കെ ആശംസിക്കേണ്ടത്. മരണം ഒരിക്കലും നമ്മൾ ഒളിച്ചോടേണ്ട ഒരു അവസ്ഥയല്ല, അതിനെ ആക്സെപ്റ്റ് ചെയ്യണം. നമ്മളെല്ലാവരും മരിക്കും എന്നുള്ള ആ ബോധം നമുക്ക് വരണം. ബോധ്യം എന്തായാലും വരണം, ബോധ്യം വന്നാലേ ബോധം വരൂ. പക്ഷെ ആ ബോധ്യം നമുക്ക് വരണം. അറ്റ്ലീസ്റ്റ് അതുപോലും ഇല്ലാത്തവരാണ് മിക്കവാറും ആളുകൾ.